ഇന്നൊരു ഈസി ലഞ്ച് ബോക്സ് റെസിപ്പി നോക്കാം. ഞാൻ രാവിലെ ഇട്ട റെയിലില്ലേ, അതിലുള്ള ഒരു റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഒന്ന് പറഞ്ഞു തരുന്നത്. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് ക്ലീൻ ചേർത്തുള്ള പ്രോൺസിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് റൈസൊക്കെ തയ്യാറാക്കി എടുക്കുന്ന ഒരു പോട്ടിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്രോൺസ് ചേർത്തിട്ടൊന്ന് ഫ്രൈ ആക്കി ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ആ ഒരു സെയിം പാനിലോട്ട് തന്നെ നമുക്കിനി 2 സവാള, 1 തക്കാളി, 3 പച്ചമുളക്, പട്ട, ഗ്രാമ്പു, ഏലക്ക, കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് പിന്നെ 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഓയിൽ കുറവായതുകൊണ്ട് ഞാൻ വീണ്ടും ഇതിലേക്ക് കുറച്ചും കൂടെ ഓയിലും പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ സവാള ഒന്ന് വേവിച്ചിട്ടെടുക്കാം. സവാള നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1.5 കപ്പോളം കൈമ റൈസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്കൊരു 3 കപ്പോളം തിളപ്പിച്ച വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അവസാനം കുറച്ച് മല്ലിയിലയും പുതിനയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ വെള്ളമൊക്കെ ഇതുപോലെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള പ്രോൺസും കൂടെ അതിൻ്റെ മുകളിലേക്ക് വെച്ച് ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് 10 തൊട്ട് 12 മിനിറ്റ് വരെ ഒന്ന് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റൈസ് റെഡി ആയിട്ടുണ്ട്.